الحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت هيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله. وقال نبينا محمد صلى الله عليه وسلم: ما من مسلم يسلم علي إلا رد الله عليه روحي فأرد عليه السلام. قال رسول الله: إن بيتا أنت ساكنه يا رسول الله ليس محتاجا إلى سرود يا حبيب الله. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. جود من جاد الوجود وجوده جاد الجواد جمعا وفرقا بعد جمع الجمع رجالها. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. خلي خلة خذلاني خوف الخاتمة. خليلا خامل الوصف من الخالق. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എരോൽ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്ന 40ാമത് സ്വലാത്ത് വാർഷികമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്, 40 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ നമ്മുടെ പള്ളിയിലെ സ്വലാത്തിന്റെ 40ാം വാർഷികം ഈ നാട്ടുകാർ ആഘോഷിക്കുകയും അതിനോടനുബന്ധിച്ച് ഒരുപാട് പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും സംഘടിപ്പിച്ചുകൊണ്ട് മഹത്തായ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രസംഗിക്കാൻ വേണ്ടി എത്തുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് അഷ്റഫി ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. അൽഹംദുലില്ലാഹ്, ഈ നാട് എന്ന് പറയുന്നത് ഒരുപാട് മഹാത്മാക്കൾക്ക് ജന്മം നൽകിയ, പണ്ഡിത സമൂഹത്തിന് ജന്മം നൽകിയ നാടാണ് എരോൽ എന്ന് പറയുന്ന നാട്. ഒരുപാട് നല്ലവരായ കാരണവന്മാരും അതുപോലെ തന്നെ നല്ല ജനങ്ങളും ഈ മഹത്തായ പള്ളിക്കും മദ്രസക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും
പരിശുദ്ധമായ ദീനിന്റെ ഉന്നതമായ ഉത്തമമായ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ഈ നാട്ടിൽ അത് സ്ഥാപിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തവരാണ് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ. നമുക്കറിയാം, ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ സംബന്ധിക്കേണ്ടവർ ഇന്ന് ഈ നാട്ടിലില്ല. പല ആളുകളും ഇന്ന് ഖബറിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഖബർ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ, ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അവരൊക്കെ ഇന്ന് ഈ സദസ് കൊണ്ട് നമ്മുടെ നാട്ടിന്റെ ആത്മീയമായ ചൈതന്യം കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നുണ്ടാവാം. ഇവിടെ പഠിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന ഓരോ ഹർഫിന്റെയും പ്രതിഫലം അവരുടെ ഖബറുകളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയമായ ചൈതന്യമാണ് ഓരോ നാട്ടിലും വേണ്ടത്. പഴയ കാലത്തുള്ളത് പോലെയുള്ള വഅദിന്റെ മജ്‌ലിസുകളും ദിക്റിന്റെ മജ്‌ലിസുകളും നാം ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇസ്ലാമികമായ ചൈതന്യം നിലനിൽക്കും. നമ്മുടെ മക്കൾ നല്ലതുപോലെയായി വളരും. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ തകർന്നടിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇസ്ലാമികമായ ശീലത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാക്കളായിരിക്കണം നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത്. പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് എന്ന് പറയുന്നത് വലിയ മഹത്തമായ കാര്യമാണ്. സ്വലാത്തിലൂടെയാണ് പല ആളുകളും ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിയതും നേടിയെടുത്തതും. നമുക്കറിയാം, വലിയ വലിയ മഹത്തുക്കൾ ഔലിയാക്കളുടെ പദവിയിൽ അതുപോലെ തന്നെ ഉന്നതമായ ശ്രേണിയിലേക്ക് അവരൊക്കെ ഉയരാനുള്ള കാരണം സ്വലാത്തിലൂടെയാണ്. എപ്പോഴും അവരുടെ വായിൽ സ്വലാത്തും ദിക്റുമായിരിക്കും. നിത്യേന അവർ ചെല്ലുന്നത് ദിക്റുകളായിരിക്കാം, സ്വലാത്തുകളായിരിക്കും. രാത്രി സമയത്ത് അവർ ഉറങ്ങുന്ന നേരം ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്നു. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ അവരുടെ വായകളിൽ നിന്ന് ഉയരുന്നുള്ളൂ. അങ്ങനെയാണ് അവർ മരിക്കുന്ന സമയത്ത് പുഞ്ചിരി തൂകിക്കൊണ്ട് ഹൃദയം ലംഘി മരിച്ചവരായി മാറിയത് എന്ന് നമുക്ക് അറിയാനും അതുപോലെ കാണാനും സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കളെ സ്വലാത്തിന്റെ മക്കളായി ചെറുപ്പത്തിൽ തന്നെ സമ്മാനങ്ങൾ നൽകിയും അതുപോലെ തന്നെ മക്കളെ പ്രോത്സാഹിപ്പിച്ചും സ്വലാത്തിന്റെ വക്താക്കളാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയ എത്രയെത്ര ആളുകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരുപാട് മഹാരഥന്മാർ വലിയ വലിയ സ്ഥാനം നേടിയിട്ടുണ്ട്. ഭൗതികമായും ആത്മീയമായും ഉയരാൻ സ്വലാത്തിലൂടെ സാധിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദിനിൽ മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, എത്ര ചൊല്ലിയാലും എത്ര തന്നെ പേര് കേട്ടാലും നമുക്ക് മതിവരാത്ത പേരാണ്. ലോകത്തിന്റെ വിവിധങ്ങളായ പള്ളികളിൽ നിന്ന് ഓരോ ദിവസവും 5 നേരം ബാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാ മുക്രിമാരും മുഅദ്ദിൻമാരും പറയുന്ന വാക്കാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എല്ലാവരും ഇങ്ങനെ പറയുന്ന സമയത്ത് എല്ലാവരും പറയുന്ന നല്ല നല്ല ആളുകളൊക്കെ ഇങ്ങനെ പറയും മർഹബൻ ബി ഹബീബി വഖുറത ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിങ്ങനെ 2 കൈയിന്റെ തള്ള വിരലിൽ ഇങ്ങനെ ഊതിക്കൊണ്ട് അവരിങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ വരസുന്നതായിട്ട് കാണാം. ഉത്തരേന്ത്യയിലൊക്കെ പോയ ആളുകൾ വയസ്സുള്ള ആളുകളായിരിക്കും. പക്ഷേ നിങ്ങൾ കാശ്മീരിലെയും അതുപോലെ തന്നെ യുപിയിലെയും ബംഗാളിലെയും അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ വയസ്സുള്ള ആളുകളായിരിക്കും. 80ഉം 100ഉം വയസ്സുള്ള ആളുകൾ അവർ കണ്ണട വെച്ചിട്ടുണ്ടാകൂല. അവരുടെ കണ്ണട ഉണ്ടാവൂല. അവരുടെ കണ്ണിന്റെ മുകളിൽ കണ്ണട കാണൂല. അതിന് കാരണമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് അവര് സ്വലാത്ത് ചെല്ലുമ്പോ മുത്തുനബിന്റെ പേര് ബാങ്ക് വിളിക്കുന്ന സമയത്ത് കേൾക്കുന്ന നേരം അവരിതാ കൈ ഇങ്ങനെ പിടിച്ച് ഒരു ദിക്ർ ചൊല്ലി കണ്ണിലേക്ക് ഇങ്ങനെ ഊതുമായിരുന്നു, തടവുമായിരുന്നു. ഈ കാരണം കൊണ്ടാണ് അവരുടെ കണ്ണിന് നല്ല കാഴ്ച കിട്ടുന്നത്. ഇത് കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന നേരം എല്ലാവരും കൈ ചുണ്ടുവിരൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് അതിൽ ഈ ദിക്ർ ചൊല്ലി ഊതി കണ്ണിൽ ഇങ്ങനെ തടവിയാൽ കണ്ണിന് ഒരു അസുഖവും ബാധിക്കുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്വലാത്തിന് വലിയ മഹത്വമുണ്ട്. ഹബീബിന്റെ പേരിന് വലിയ പവറുണ്ട്.
മുത്തുനബിനെ പ്രസവിച്ച് അവിടുന്ന് 7ാമത്തെ ദിവസം അഖീഖ അറുത്ത് അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം ഇങ്ങനെ വിളമ്പിക്കൊടുത്തു. അബ്ദുൽ മുത്തലിബ് എന്നവര്, മുത്തുനബിയുടെ ഉപ്പാപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് ഭക്ഷണം ഇങ്ങനെ വിളമ്പിക്കൊടുത്ത് ഓരോ ഖുറൈശികളെയും വിളിച്ച് അത്അമഹും വഅക്റമഹും അങ്ങനെ ബഹുമാനിച്ചു, വല്ലാതെ ബഹുമാനിച്ചു. മുത്തുനബിയെ പ്രസവിച്ചിട്ട് 7ാമത്തെ ദിവസം അഖീഖ അറുത്തു. അഖീഖ അറുത്തിട്ട് അവിടുന്ന് ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. ഭക്ഷണം വിതരണം ചെയ്തിട്ട് ജനങ്ങളൊക്കെ പോകുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുന്ന, സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ കുട്ടിക്ക് എന്ത് പേരിട്ടെന്ന് ചോദിക്കാറില്ലേ? കുട്ടിക്ക് എന്ത് പേരിട്ട്, എന്താണ് കുട്ടിയുടെ പേര് എന്നൊക്കെ ചോദിക്കാറുള്ളത് പോലെ അന്നും ഒരു ചോദ്യം ചോദിക്കുകയാണ്. മാ സമ്മൈത ബനക, എന്താണ് അബ്ദുൽ മുത്തലിബ് എന്നവരെ നിങ്ങളുടെ മകന്റെ മകനാകുന്ന ആൾക്ക് പേരിട്ടത് എന്ന് ചോദിക്കുമ്പോ സമ്മൈതുഹു മുഹമ്മദാ, അവിടുന്ന് അബ്ദുൽ മുത്തലിബ് പറയുന്ന ഒരു വാക്കാണ്, ഞാൻ പേരിട്ടത് മുഹമ്മദ് എന്നുള്ള പേരാണ്. എന്റെ മകനിക്ക് ഞാൻ ഇട്ട പേര് മുഹമ്മദ് എന്നുള്ള പേരാണ്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് എന്നുള്ള പേര് ഒരു വീട്ടിലുണ്ടായാൽ ആ വീട്ടിൽ വലിയ ബറക്കത്താണ്. ആ പേരിനെ നാം വളച്ചൊടിക്കാൻ പാടില്ല. ചില ആള് മുഹമ്മദിനെ മമ്മദ് എന്നൊക്കെ വിളിക്കാറുണ്ട്. മുഹമ്മദ് അല്ലെങ്കിൽ അഹ്മദ്, അഹ്മദ് എന്നുള്ള പേര് മുത്തുനബിയുടെ പേരാണ്, ഖുർആനിൽ പറഞ്ഞ പേരാണ്, അതുപോലെ തൗറാത്തിൽ പറഞ്ഞ പേരാണ്, ഇഞ്ചീലിൽ പറഞ്ഞ പേരാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഇസ്മുഹു അഹ്മദ്, ശേഷം ഒരു നബി വരാനുണ്ട്. തൗറാത്തിൽ പറഞ്ഞ പേരാണ്, ശേഷം ഒരു നബി വരാനുണ്ട്, ഇസ്മുഹു അഹ്മദ്. ആ നബിയുടെ പേര് അഹ്മദ് എന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മനുസ്മൃതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മുത്തുനബിയുടെ പേര് മുത്തുനബിയെ കുറിച്ചാണ് പറയുന്നത്. സത്യം തേഞ്ഞു മാഞ്ഞ് അസത്യം ഇങ്ങനെ വാണരുളുന്ന കാലഘട്ടത്തില് മുഹമ്മദ് എന്ന് പേരുള്ള ഒരു നബി വരുമെന്ന് പറയാണ്. ലിംഗച്ഛേദി ശിഖാഹീന ഭവിഷ്യത, അദ്ദേഹത്തിന്റെ ചേലാകർമ്മം ചെയ്തിട്ടുണ്ടാകും, അദ്ദേഹത്തിന്റെ അനുചരന്മാരുടെ ചേലാകർമ്മം ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ സമൂഹത്തിൽ പരിചയമില്ലാത്ത ആ രൂപത്തിലുള്ള ആളുകളാണ് മുത്തനബിയുടെ അനുയായികളെന്ന് അവിടുന്ന് മറ്റുള്ള പുരാണങ്ങളിൽ പോലും പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മുത്തുനബിയുടെ പേര് നമ്മുടെ മക്കൾക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്നവരോട് ചോദിക്കുന്നു, മാ സമ്മൈത ബിനക, നിങ്ങളുടെ മകനിക്ക് എന്താണ് പേരിട്ടത്? അപ്പോഴാണ് പറയുന്നത് സമ്മൈതുഹു മുഹമ്മദാ. സലാത്ത് ചൊല്ലി അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി, മുഹമ്മദ് എന്നുള്ള പേരിടുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് ഖദ് റഗിബ്ത അൻ അസ്മാഇ ആബായിക്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉപ്പമാരുടെ പേരിടാത്തത്? സാധാരണ ഉപ്പാപ്പമാരുടെ പേരൊക്കെ ഇടാറുണ്ടല്ലോ. അപ്പൊ പറയാണ് അറത്തു അൻ യഹ്മദഹു മൻ അലൽ ഖബ്റാ, ലോകത്തുള്ള മുഴുവൻ ആളുകളും ഈ മോനെ സ്തുതിക്കാനാണ് ഞാൻ മുഹമ്മദ് എന്നുള്ള പേരിട്ടത് എന്ന് അബ്ദുൽ മുത്തലിബ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ മുഹമ്മദ് എന്നുള്ള പേരിന് വലിയൊരു പവറാണ്. മുത്തുനബിയുടെ പേര് മുമ്പ് ഒരാൾക്കും ഇടാത്ത പേരാണ് മുഹമ്മദ് എന്നുള്ള പേര്. അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുമ്പോൾ തന്നെ അബ്ദുൽ മുത്തലിബ് പറയാണ് അറത്തു അൻ യഹ്മദഹു മൻ അലൽ ഖബ്റാ, ഭൂമിയിലുള്ള ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്റെ കുഞ്ഞുമോനെ സ്തുതിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ മകനിക്ക് അങ്ങനെയുള്ള പേരിട്ടത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടെ ഗംഭീരമായ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ നടക്കും. ഉസ്താദ് എത്തിയാൽ ഇൻഷാ അല്ലാഹ് സൂര്യൻ ഉദിച്ചാൽ ലൈറ്റ് കടത്തണം എന്നാണല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്, ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുവരെ പറഞ്ഞു അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.